ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബാലയെ കണ്ടു എന്നുള്ളത് പരസ്യമായിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കുറച്ച് ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടു എന്ന ആരോപണം, പ്രത്യാരോപണം, ഇതിനെ തുടർന്ന് കുറച്ച് തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കും? ഇത് നമ്മൾ ഒറ്റയടിക്ക് ഇത് കണ്ടുകൂടാന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. ഈ കണ്ടത് ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയുടെ ഒരു നേതാവിനെ അല്ല. അപ്പോൾ എന്തിനു കണ്ടു, അതിന്റെ വീട്ടിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും പല കോണുകളിൽ നിന്ന് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് വാസ്തവത്തിൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അദ്ദേഹം കണ്ടു, അദ്ദേഹം അത് സമ്മതിച്ചു. ഇത് എക്കാലവും ഗോപ്യമായി വെക്കാൻ കഴിയില്ല എന്ന് ആദ്യം അറിയുന്ന ആള് ADGP അജിത് കുമാർ തന്നെയായിരുന്നു. CCTV ദൃശ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് അറിയാം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനിടയിൽ ഇത് പുറത്തു വരുമെന്ന് അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളല്ല അദ്ദേഹം. ഇത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയി കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോ ഈ കാണുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ദുരൂഹത എതിർപക്ഷത്തിന് ഉന്നയിക്കാവുന്നതുമാണ്. അത് അവർ ഉന്നയിക്കുന്നുമുണ്ട്. ഇപ്പൊ തന്നെ ബിനോയ് വിശ്വം, മുരളീധരൻ, പിന്നെ മറ്റു പല ആൾക്കാർ, ഇവരെല്ലാം നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഇത് ഉറപ്പിച്ചതോടുകൂടി പല രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനങ്ങൾക്ക് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. പക്ഷെ കണ്ടുകൂടെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ഒരു ധാർമ്മികതയുടെ പേരിലാണ് ഒരു കണ്ടുകൂടാ എന്ന് പറയുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തിന് RSS മേധാവിയല്ല അതിന്റെ ഉന്നതനായ ഒരു വ്യക്തിയെ പോയി കണ്ടു എന്നുള്ള മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. പിന്നെ അതിൽ എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില ഗൂഢ ഉദ്ദേശങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചികഞ്ഞവരെടുത്ത് പുറത്തിടുന്നത്. എന്ത് തന്നെയായാലും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവാനുള്ള കാറ്റ് വീശി തുടങ്ങിയിട്ട് കുറച്ചേറെ നാളായി. സ്വാഭാവികമായും അതിന്റെ പിന്നിൽ സംശയിക്കപ്പെടാവുന്ന ഒരുപാട് കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ സ്വർണ്ണ കടത്ത് കേസ് ഒരിടത്തും എങ്ങും എത്താതെ പോകും. EDയുടെ അന്വേഷണം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പോലും ED അന്വേഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, ഈ അടുത്ത കാലത്തുണ്ടായ ഒരുപാട് കേസുകൾ. നമ്മൾ ഇപ്പോ വീഴും, സർക്കാർ ഇപ്പോ വീഴും. പിന്നെ സ്വപ്നയുടെ കേസൊക്കെ ഇതാ വീഴുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞാൽ അതിനെ സംശയിക്കാനും നമുക്ക് വഴിയില്ല, സംശയിക്കാതിരിക്കാനും മാർഗമില്ലാത്തൊരവസ്ഥയിലാണ്. ഇത് പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഒന്ന്, കണ്ണൂരിൽ വെച്ച് അന്തരിച്ച മൺമറഞ്ഞ PP മുകുന്ദനുമായിട്ട് CPM നേതാക്കൾ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ ശാശ്വത സമാധാനം ഊട്ടിയുറപ്പിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അത് വലിയൊരു ആരോപണമായിട്ട് വരികയോ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയോ CPMന് വലിയ ക്ഷീണമൊന്നും സംഭവിക്കാതെ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ സതുദ്ദേശത്തോടു കൂടിയാണ് എന്തൊരു ചിന്ത വരാത്തതെന്താണ്? അല്ല, ഇപ്പോൾ അന്നും കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല PP മുകുന്ദനെ പോയി കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു കാര്യം, സർക്കാരിന് ഒരുപാട് ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ BJPക്ക് ഉണ്ടാവും, മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസിനുണ്ടാവും, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഇടതുപക്ഷ മുന്നണിക്കുണ്ടാവും. അതൊക്കെ നാട്ടിലെല്ലാവരെയും വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾക്ക് പോകാനൊന്നും സാധ്യമല്ല. പിന്നെ ഒരു സർക്കാർ ഇപ്പോൾ പതിവിന് വിപരീതമായി നമുക്ക് രണ്ടാം ടേമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. കൂടുതൽ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണം. പക്ഷേ ന്യായമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ അവർ ഉയർത്തിയത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ രാജി ആവശ്യം ഉയർത്താവുന്നതാണ്. അത് രാഷ്ട്രീയപരമായി ഉയർത്തിയില്ലെങ്കിലാണ് കുഴപ്പം. അവർ ഉയർത്തി. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇദ്ദേഹം രാജിവെച്ചൊഴിയാതെ പിണറായി വിജയനെ തള്ളിയിടാനുള്ള കെൽപ്പ് തൽക്കാലം കോൺഗ്രസിനില്ല. അപ്പൊ സ്വാഭാവികമായും ഇന്നലെ പറഞ്ഞിരുന്നൊരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. കാരണം ഒരുപക്ഷെ മൂന്നാം ടേമിൽ തുടരാനുള്ള പിണറായി വിജയന്റെ തന്ത്രങ്ങളാണ് എന്ന് പോലും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. അപ്പൊ അവർക്ക് തന്നെ ഉറപ്പുണ്ട് മൂന്നാം ടൈമും ചിലപ്പോൾ കൈവിട്ട് പോയേക്കാം. ഇനി ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മൂന്നാം ടൈം ഉറപ്പിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വവും അവരുടെ പാർട്ടിയുടെ ആവശ്യമാണ്. അതതിനുള്ള എല്ലാ വഴികളും അവർ കണ്ടെത്തും. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, BJPക്ക്
ഉള്ള ഒരു അക്കൗണ്ട് കൂടി പൂട്ടിക്കുമെന്ന് പറഞ്ഞ് നിയമത്തിന്റെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ പൂട്ടിയതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോഴും ജനം പറഞ്ഞിരുന്നു, മറ്റ് രാഷ്ട്രീയ വൈരികൾ പറഞ്ഞിരുന്നു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന്, അതിനുള്ള സാഹചര്യങ്ങൾ പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയത്തെ അങ്ങനെ നമുക്ക് ഇഴത്തി കാട്ടേണ്ട കാര്യമൊന്നുമില്ല. തൃശ്ശൂരിലെ വോട്ടർമാരെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ തന്നെയാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചത്. പക്ഷേ രാഷ്ട്രീയമായ കൊടുക്കൽ, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവിടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ മത്സരം UDF LDF തന്നെ ആണെങ്കിലും അതിലെ പ്രധാന മുദ്രാവാക്യം ആരാണ് RSSനെ കൂടുതൽ എതിർക്കുന്നത് എന്നുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഈ മത്സരമാണ്. RSSനെ ഞങ്ങളാണ് കൂടുതൽ എതിർക്കുന്നതെന്ന് കോൺഗ്രസും സത്യമാണ് തന്നെ. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളാണ് കൂടുതൽ എതിർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണറെയാണ് ആരാണ് കൂടുതൽ എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം തന്നെ ഉണ്ടായി അവിടെ സൂര്യകാലടി മനയിൽ നടന്ന യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളാണ് ഇവരും. അപ്പൊ ഇങ്ങനൊരു പാലം സ്ഥാപിച്ചാൽ അജിത് കുമാറിലൂടെ, അങ്ങനെയാണെന്ന് വയ്ക്കുക, സ്വകാര്യ ആവശ്യത്തിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ആ പാലം വെച്ചാൽ തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് വിധത്തിലായിരിക്കും ഗുണമായിട്ട് വരിക? ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, രാഷ്ട്രീയ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കേരളത്തിൽ ഉള്ളത് BJPയോടാണ് അവർക്ക് ഒരു സമീപനം. അപ്പൊ ആരാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ജനത്തിന്റെ വോട്ട് കയ്യടിയും നേടുന്നൊരു ചോദ്യം. ഇങ്ങനെയാണ് ഇവർ രണ്ടൊരു മാറി മാറി അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ലേശം ഒന്ന് വ്യതിചലിച്ച് താങ്കൾ ഇപ്പൊ ചോദിച്ചതുപോലെ ലേശം ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാകാം CPM. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ പാർട്ടിയുടെ സമുന്നതനായ നേതാവും പാർട്ടിയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ സമയം കുറച്ചു കൊണ്ടുവരാം. പക്ഷെ അതിന് ഒരു പ്രതിഫലം എന്നുള്ള തരത്തിൽ തുടർഭരണവും കിട്ടിയേക്കാം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അതായിക്കൂടാ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രതിക്കൂടെന്ന് പറയുമ്പോൾ ഒരുപാട് കേസുകളുണ്ട്. എല്ലാ കേസുകളും ഉൾപ്പെടെ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് CPM ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. നമുക്ക് തെളിവുകളില്ലെങ്കിലും താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇത് ഏതൊക്കെ ലാവ്ലിൻ കേസ് വരുമോ? CMRL അഴിമതി, വീണ വിജയന്റെ പേരിലുള്ള കേസുണ്ട്, സ്വർണ്ണക്കടത്തിന്റെ കേസ് നിലവിലുണ്ട്, അതും ഇല്ലാതായിട്ടില്ല. പിന്നെ കരുവന്നൂർ ബാങ്ക്, പ്രധാനമായും കരുവന്നൂർ ഒരുപാട് ബാങ്കുകൾ അഴിമതിയുടെ കേസുകൾ. അപ്പൊ ഇതെല്ലാം അതിലുള്ള ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി ഉള്ള സന്ദർശനമാണെന്നാണോ അതോ ഏതെങ്കിലും സ്പെസിഫിക് സന്ദർശനമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സർവ്വ രാഷ്ട്രീയ അടവുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരാളാണ്. വളരെ മെയ്വഴക്കമുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം വിജയിച്ച രീതി കണ്ടാൽ നമുക്കത് വ്യക്തമാണ്. അടക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ചൊൽപ്പടിയിലാക്കുന്ന കാഴ്ച, ആ വോട്ടുകൾ സമാഹരിക്കുന്ന അവസ്ഥ അൻവറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ പഴയ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ പല പല തെരഞ്ഞെടുപ്പുകളിൽ ഇത് നമുക്കത് കാണാൻ കഴിയും. ഈ പിണറായി വിജയന്റെ ഒരു അദ്ദേഹത്തിനുള്ളിലുള്ള രാഷ്ട്രീയക്കാരനെ വളരെ വ്യക്തമായി കേരളം ഇനിയും മനസ്സിലാക്കിയിട്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോ നമ്മൾ ആരും ചിന്തിക്കരുത്, ചില വിട്ടുവീഴ്ചകൾ 75 വയസ്സിന്റെ വിട്ടുവീഴ്ചയായാലും പിന്നെ BJPയിലും CPM ഒക്കെ അങ്ങനെ പ്രായത്തിന്റെ ഇതുണ്ട്, ഒരു ബോർഡർ ഉണ്ട്. അത് അതിനപ്പുറത്തേക്ക് പിന്നെ 2 വർഷം മത്സരിക്കുന്ന 2 ടൈം എന്നുള്ള നിയമത്തിലായാലും ശരി, പലതിലും പിണറായി വിജയന് ചില ഇളവുകളുണ്ട്. ഇനി നമ്മൾ ആരും ചിന്തിക്കരുത് 3-ാം വട്ടവും പിണറായി വിജയൻ രാജിവെച്ചിട്ട് 2 ടൈം കഴിയുമ്പോൾ അദ്ദേഹം രാജിവെച്ച് വീട്ടിലിരിക്കും എന്നൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവർ വെറും മൗഢ്യമാണ്. അപ്പൊ 3-ാം ടൈം ഇവിടെ ഒരുപക്ഷെ CPM ഉണ്ടായി കൂടാ എന്നില്ല. ഇപ്പോ എതിര് പറയുന്ന ADGPയോടെ പോയത് ദുരൂഹമാണ്, ഗൗരവതരമാണോ എന്നൊക്കെ പറയുന്ന, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ബിനോയ് വിശ്വം ഇന്ന് രാവിലെയും പറഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ബിനോയ് വിശ്വം ഒന്നും പറയില്ല. ഭരണത്തിൽ ഒട്ടി നിൽക്കാനാണ് അവർക്ക് താല്പര്യം. ഒരുപക്ഷെ ഒരുപക്ഷെ എന്നുള്ളതല്ല, 90% ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരണത്തിലെത്താനും മുഖ്യമന്ത്രിയായി സർവകാല റെക്കോർഡ് വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അതിനൊക്കെ ചെറിയ ഒരു ഇത്തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച ചെയ്താൽ നടക്കുമെങ്കിൽ അത് ആര് ചെയ്യില്ല. അത് ശരി, ഓക്കെ. നമ്മൾ കേരളത്തിലെ 2 വിഷയങ്ങൾ എടുത്താല്, പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ സ്വത്ത് കണ്ടെത്തണമെന്നൊരു നിർദ്ദേശം, കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പതുക്കെ സ്വീകരിക്കും. കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമാണ് പിണറായി വിജയൻ എടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ സിനിമ
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് കോടതി പറഞ്ഞിട്ടും അതിന്മേലുള്ള നടപടി പതുക്കെ മതി, ഗോ സ്ലോ ആണ്, ഒച്ചുവഴി ഇരുന്ന വേഗത്തിലാണ് പോകുന്നത്. അതേസമയം ശബരിമല സംബന്ധിച്ചിട്ടുള്ള ഒരു വിധി വന്നപ്പോൾ അപ്പം തന്നെ അത് നടപ്പാക്കാൻ ശ്രമിച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറും അത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന്. കേരളത്തിലെ RSS നേതാക്കളിൽ ചിലരെങ്കിലും അത് ആവശ്യപ്പെട്ടു. ഞാൻ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയോട് അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിത് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും പ്രവേശനം അവിടെ കൊടുക്കണം, ആർക്കും നിഷേധിക്കാൻ പാടില്ലെന്നാണ് യെദ്യൂരപ്പ, BJPയുടെ നേതാവും പറഞ്ഞത്. അപ്പോൾ RSSനെ ഒന്ന് അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന, രണ്ടുപേർക്കും യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു മേഖലയായതുകൊണ്ടാണോ ഒരുപക്ഷെ പിണറായി അത്രയും ആവേശം കാണിച്ചത്? അന്ന് രണ്ട് ചേരികളിൽ നിൽക്കുമ്പോഴും ചില കാര്യങ്ങളിൽ സാമ്യമുണ്ട്. ഇപ്പൊ RSSനകത്ത് തന്നെ BJPക്ക് അകത്ത് തന്നെ നേതാക്കളിൽ ഇക്കാര്യത്തിൽ വളരെ വിരുദ്ധാഭിപ്രായമുള്ള നേതാക്കളുണ്ട്. ആ വിരുദ്ധാഭിപ്രായങ്ങൾ കയറ്റണമോ വേണ്ടയോ എന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ കയറും. അവർ ഒരുപാട് വിഷയങ്ങളാണ്, അത് പോട്ടെ, മാറ്റി നിർത്താം. പക്ഷെ എങ്കിൽ അത് ആ വിരുദ്ധ അഭിപ്രായങ്ങളുള്ള പല ആൾക്കാരോടും യോജിച്ച അഭിപ്രായമാണ് CPM-നുള്ളിൽ ഉള്ളതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു പൊതുജന വികാരം അന്ന് കണക്ക്. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്ത രീതിയിലാണ് പിന്നെ പ്രശ്നം പറയുന്നത്. അതെ, ഇല്ലെങ്കിൽ ആ പ്രശ്നം ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത രീതിയാണ് അജിത് കുമാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ വളരെ ആരും ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു നിലപാടാണ് ശ്രീമാൻ പിണറായി വിജയനിൽ നിന്നുണ്ടായിരുന്നുള്ളത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹത്തിന് ഉള്ളിൽ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ നമുക്കിത് പറഞ്ഞ് അവസാനിക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കോൺഗ്രസിനുള്ളിലെ വളരെ കെ മുരളീധരൻ ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, രാവിലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, കുറഞ്ഞത് 6 സീറ്റെങ്കിലും BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അതിനുള്ള ഡീലുമായി പോയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതിനുള്ള ഡീലുമായി ആണ് പോയതിരിക്കട്ടെ, പോയില്ലാത്തതിരിക്കട്ടെ, മുൻകൂർ ജാമ്യമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ഇത് അപ്പൊ ഇതെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോ ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഓക്കെ, സമയം തീരുന്നതിന് മുമ്പ് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടെ പോകാതിരിക്കാൻ പറ്റില്ല. ഈ RSS എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവരെ പരാജയപ്പെടുത്തുന്നതിലും അവരൊരു ഗെയിം ചേഞ്ചറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് തകരാനുള്ള ഒരാളും RSS തന്നെയായിരുന്നു. ഡ്യുവൽ മെമ്പർഷിപ്പിന്റെ പേരിലാണ് ആ ഗവൺമെന്റ് തകർന്ന് പിന്നെ ഒരിക്കലും അധികാരത്തിൽ വരാതായത്. അവിടെ അങ്ങനെയാണല്ലോ BJP ഒക്കെ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഇതേ കക്ഷി തന്നെയാണ് നെഹ്റുവിൻ്റെ കാലത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. അതിൻ്റെ ശാഖയിൽ തന്നെയാണ് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പങ്കെടുത്തുകൊണ്ട് എന്തൊരു അച്ചടക്കം എന്ന് പ്രശംസിച്ചത്. ഇതേ RSSന്റെ കാര്യം വരുമ്പോൾ കേരളത്തിൽ ഇത്ര വലിയൊരു വികാരങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടാവുന്ന എന്താണ്? അതേസമയം തന്നെ രാജ്യദ്രോഹം കുറ്റപ്പെട്ട, ദേശദ്രോഹം കുറ്റം ചുമത്തപ്പെട്ട ആളുകളുടെയൊക്കെ മീറ്റിങ്ങിൽ ഇവർ പങ്കെടുക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അത് തന്നെ രാജ്യ താല്പര്യത്തിന് അപ്പുറം പോയി തീവ്രവാദികളുടെ സംഘടനയായ ഹമാസിന്റെ നേതാവിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ പ്രസംഗം നടത്തുമ്പോഴും ഇത് ഒരു വിവാദത്തിലേക്ക് പോകില്ല. പക്ഷെ ഏതെങ്കിലും ഒരു RSSകാരനെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ ശണ്ഠ കൂടുകയാണ്. എന്താണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇതിന്റെ കാര്യം? ഇതിനകത്ത് ഈ RSSനെ ഭംഗിയായി നമ്മുടെ ആൾക്കാർ കേരളീയർ മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോ ഇതൊരു നിരോധിക്കേണ്ട സംഘടനയാണ് എന്ന് ഇവിടുന്ന് കേരളത്തിൽ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്. അതിതീവ്രമായ സ്വഭാവമുള്ള ചില സംഘടനകളെ നിരോധിക്കേണ്ടതല്ലെന്നും പറയുന്നുണ്ട്. വളരെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഭംഗിയായി RSSനെ മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. 2, ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നടന്ന സമന്വയ ബൈഠക്. അപ്പൊ ഇതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന ഒരു വളരെ നിസ്സാരമായ അതിൽ കേരളീയർ വീട് പോയി എന്നുള്ളതാണ്. അല്ലാതെ RSSനെ ചേർത്ത് നിർത്തുന്നല്ല ഞാൻ ഈ പറയുന്നത്. RSS എന്താണ് എന്ന് കൃത്യമായ ബോധം ഒരുപക്ഷെ ഉന്നതരായ ചില നേതാക്കൾക്കുണ്ടാവാം. പക്ഷെ കീഴ്ഘടകങ്ങൾക്ക് അതില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി RSS മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് നമ്മൾ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ആൾക്കാരിലേക്ക് ഇത് നിരന്തരമായി കുത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്കും ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന എന്തോ ആണ് RSS എന്ന് ഇതര മതവിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാക്കിയെടുത്ത് ആ വോട്ട് വളരെ സമർത്ഥമായി തട്ടിയെടുക്കുകയായിരുന്നു ഇരു മുന്നണികളും. അത് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് ഇതല്ല ശരിയെന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ RSS അനുകൂലിക്കുന്ന BJPക്ക് ഏതെങ്കിലുമൊക്കെ നിലയിൽ ഇവിടെ ഉയർച്ച വന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് മാറിയ ഒരു സാഹചര്യം. നാളുകളിൽ അത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ
10ഓളം സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ ഇവിടെ BJP 2ാം സ്ഥാനം വന്നിരുന്നു. 12ഓളം സീറ്റുകളെന്ന് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ അവർക്ക് 10 സീറ്റ് വരെ കിട്ടാം. 10 സീറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേന്ദ്രനോട് ചോദിച്ചു എത്ര സീറ്റുകൾ കിട്ടും, ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും അദ്ദേഹം പറഞ്ഞു 10ഓളം സീറ്റുകൾ കിട്ടാം. ഇതാണ് സാധാരണക്കാരന്. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ രണ്ടക്കം എന്ന് പറയുന്നത്. രണ്ടക്കം എന്ന് പറഞ്ഞത് അദ്ദേഹം വേറെ തരത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും 2 അക്കം കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഗെയിൻ ചെയ്യുന്നത് ഇടത് മുന്നണിയായിരിക്കും. ഇടത് മുന്നണിയിലെ നമ്മൾ ഈ പറയുന്ന ചില നേതാക്കളും ആയിക്കൂടാ എന്ന് നമുക്ക് അതിനകത്ത് ക്വാളിറ്റി പ്രൂഫ് ഇല്ലാത്തതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ സാധ്യത. ഇതായിരിക്കാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം 2026.